പദ്ധതികളുണ്ടായിരുന്നു? മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ വീടില്ല, എൻ്റെ അവസ്ഥ ഇതാണെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഞാൻ മഴവെള്ളത്തിലാണ് കിടക്കണത്. മഴ പെയ്യുമ്പോൾ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് വേണം എൻ്റെ കുട്ടികളെയും ഞാനും കൂടി ഇവിടെ കിടക്കണേ. ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ ഉള്ളിൽ പാമ്പ് കയറിയ അവസ്ഥ എല്ലാം പറഞ്ഞിട്ടും ഞാൻ നമ്മുടെ പഴയനൂർ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞ് നിന്നെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. ചേച്ചി, ഇപ്പോൾ ഇവിടെ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ നിങ്ങൾക്ക് വീട് പണിത് തരികയാണ്. ഇങ്ങനൊരു സാഹചര്യത്തിലേക്ക് എത്താനുണ്ടായ കാരണം എന്താണ് ചേച്ചി? അത് നമ്മൾക്ക് ഇരിക്കാനൊരു വീട് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ മക്കളുടെ വിദ്യാഭ്യാസം, എൻ്റെ സുഖമില്ലായ്മ, പിന്നെ ചേട്ടന് ഒരു ജോലിയും കൊണ്ടാണ് മുന്നോട്ട് പോകണം. പക്ഷെ ഞങ്ങൾക്ക് ഇരിക്കണ വീട് ഒരു ഷെഡായിരുന്നു, ടാർപ്പായ മറിച്ചൊരു ഇത്. അപ്പോൾ നമ്മൾ ഈ ഒരു സൈഡിൽ കിടക്കുമ്പോൾ ഒരു സൈഡിൽ പാമ്പ്, ആ ഒരവസ്ഥയായിരുന്നു. ഞാൻ പിള്ളേരും കൂടിയിട്ട് മുന്നോട്ട് ജീവിക്കണോ എന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ഇവർ നമ്മുടെ പാർട്ടി വന്ന് നമ്മളോട് ഇങ്ങനെ പറയണത്, നിങ്ങൾക്കൊരു വീട് ഞങ്ങൾ വെച്ച് തരാം എന്ന് പറയണത്. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഈ വീഡിയോ കണ്ടിട്ടാണ് നമ്മുടെ പാർട്ടി നമ്മൾ മുന്നോട്ട് വന്നിട്ട് നമ്മുടെ മണ്ഡലം പ്രസിഡന്റ് കണ്ണേട്ടൻ നമുക്ക് വീട് വെച്ച് തരാം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ജിജി മോൾ ചേച്ചി, മഹിളാ മോർച്ച ജിജി മോൾ ചേച്ചി, സുനിത ചേച്ചി, ഇവരെല്ലാവരും കൂടി വന്നിട്ട് നമ്മളോട് വീട് വെച്ച് തരട്ടെ എന്ന് ചോദിച്ചു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നമുക്കിപ്പോൾ വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ BJP-യുടെ മുതിർന്ന നേതാവും അതോടൊപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു. കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിലുണ്ടായിരുന്ന ആളാണ് മുരളീധർജി. അപ്പോൾ അദ്ദേഹം ആണ് നിങ്ങളുടെ ഒരു താക്കോൽദാനം നിർവഹിക്കുന്നത്. അപ്പോൾ ഇതിൽ എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തി, ഇത്രയും നല്ലൊരു വ്യക്തി നമ്മുടെ വീട്ടിൽ വരിക പറയുമ്പോൾ എനിക്ക് ദൈവം വരണ പോലെ തോന്നുന്നത്. ഇത് പറയാൻ പറ്റാത്തത്ര സന്തോഷമുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ ചേലക്കരയിലെ പ്രവർത്തകരോടൊക്കെ എന്താണ് അഭിപ്രായം? അവരോടും വളരെയധികം നന്ദി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളോടൊന്നുമില്ല, എല്ലാ ആൾക്കാരും നമുക്ക് വേണ്ടിയിട്ട് നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിങ്ങനെ ഒരു വീട് വെച്ച് തരാൻ വേണ്ടിയിട്ട്. അവരോട് എത്ര പറഞ്ഞാലും തീരാത്ത അത്ര നന്ദിയുണ്ട്, എനിക്ക് കടപ്പാടുണ്ട്. ഇതിനു മുന്നേ ഇവിടെ പല രാഷ്ട്രീയ പാർട്ടികൾ ഉള്ള സ്ഥലം തന്നെയാണല്ലോ. ഇപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇപ്പോൾ ലൈഫ് പദ്ധതികൾ, അങ്ങനെ കുറേ പദ്ധതികളുണ്ടായിരുന്നു. മോശമായ അനുഭവം ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഇങ്ങനെ വീടില്ല, എൻ്റെ അവസ്ഥ ഇതാണെന്നെല്ലാം ഞാൻ പറഞ്ഞിട്ട് ഞാൻ മഴവെള്ളത്തിലാണ് കിടക്കണത്. മഴ പെയ്യുമ്പോൾ വെള്ളം എടുത്ത് കളഞ്ഞിട്ട് വേണം എൻ്റെ കുട്ടികളെയും ഞാനും കൂടി ഇവിടെ കിടക്കണേ. ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, വീടിൻ്റെ ഉള്ളിൽ പാമ്പ് കയറിയ അവസ്ഥ എല്ലാം പറഞ്ഞിട്ടും ഞാൻ നമ്മുടെ പഴയനൂർ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയപ്പോൾ അവർ പറഞ്ഞ് നിന്നെപ്പോലെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ടെന്നാണ്. പക്ഷെ അവരുടെ നമുക്ക് ഒരു വീടെന്ന സ്വപ്നം എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ പാർട്ടി മുന്നോട്ട് വന്നിട്ടാണ് നമുക്ക് ഈ ഒരു വീട് തന്നിരിക്കുന്നത്. അത് എന്നും ഞങ്ങൾ ഈ പാർട്ടിയോട് കടപ്പാടുണ്ട്. മുന്നോട്ടും എല്ലാ പ്രവർത്തനത്തിനും ഞങ്ങളുണ്ടാവും, ഞാനും എൻ്റെ കുടുംബവും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഭരണ സമിതിയുടെ ഭാഗത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്നൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളായിരുന്നു. അതെ അതെ, ഞങ്ങൾക്ക് വീടൊന്നും അവർ തന്നിട്ടില്ല. പലവട്ടം സമീപിച്ചു. പലവട്ടം പോയിട്ടുണ്ട്, എന്നിട്ടും ഒരു രക്ഷയില്ല. ഇല്ല. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? ശശി. ഇങ്ങനൊരു സാഹചര്യത്തിൽ വീട് മഹിളാ മോർച്ച പണിത് തരികയാണ്. അപ്പോൾ എത്രത്തോളം സന്തോഷമുണ്ട് ചേട്ടാ? വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനൊരു സംഭവം പ്രതീക്ഷിച്ചിരുന്നു? ഇല്ല, ഉണ്ടായിരുന്നില്ല.